മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എ സി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എ സി തണുപ്പില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഫീൽ ചെയ്യുന്ന സമയങ്ങളിലും ഒന്ന് നമ്മൾ എ സിയുടെ ഉള്ളിലുള്ള കവർ പൊന്നിച്ച് അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. രണ്ടാമത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഔട്ട്ഡോർ നിങ്ങൾക്ക് അടുത്തെത്തുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ താഴത്താണെങ്കിലും ജസ്റ്റ് വന്നിട്ട് ആഴ്ചയിൽ ഒന്ന് ജസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പൊടിയൊക്കെ ഒന്ന് പോകാറുണ്ട്. ഇത്രയും പൊടി പോകും. ഈ പൊടികളെല്ലാം പോയി കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് പെട്ടെന്ന് ക്ലീൻ ആക്കും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു മെഷീൻ വാങ്ങി, ഇതാകെ 80 റിയാലാകും, ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഒരു ബക്കറ്റിലോ എന്തിനേലും വെള്ളം എടുത്തത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ബാക്കിലിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാം. അതിപ്പോൾ മെഷീൻ വർക്ക് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടികളെല്ലാം ചെളികളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. മാക്സിമം ഉണ്ട് ഇതിലൊക്കെ ചളി കാത്തു കറങ്ങുന്നുണ്ടില്ല. ഇത് മാസത്തിൽ എന്തായാലും ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾ ഒരു AC മെക്കാനിക്കിനെ വിളിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല. അമീൻ കാണുന്നില്ല ഇതിന്റെ ചളി വരുന്നത്. ഈ മെഷീൻ ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത്രയും ചളിയാണ് ഔട്ട്ഡോർ ക്ലീനിങ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള കുഴപ്പമില്ല. ഈ നെറ്റ് ഭാഗങ്ങൾ മാത്രം കറണ്ട് അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. വളരെ സേഫായിട്ട് ചെയ്യാറ്. ഇത് മാസത്തിൽ എന്തായാലും ഒരു മാസം നിർബന്ധമായിട്ട് ചെയ്യും. സമ്മർ കാലങ്ങളിൽ ഈ പമ്പ് നമുക്ക് കാറൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. ബാറ്ററി ആണല്ലേ? ബാറ്ററി 1 day 2 day ബാറ്ററി നിൽക്കും. ഡയറക്റ്റ് ബാറ്ററി വരുന്നതുകൊണ്ട് ഒരു ബാറ്ററി വരുന്നതുണ്ട്. ബക്കറ്റിൽ വെള്ളം എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എത്രമാത്രം ചളി പോകുന്നത് കണ്ടില്ലേ? അതെ. ഓക്കെ ഗൈസ്.